നമസ്കാരം സുഹൃത്തുക്കളെ, ജീനി ട്വിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാണ കഥകളുമായി ബന്ധപ്പെട്ട തൃപ്പങ്ങോട് ശിവക്ഷേത്രം പഴമയും മഹാത്മ്യവും കൊണ്ട് കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പരശു ആയുധമാക്കിയ ഭാർഗവപുത്രൻ പരശുരാമനാൽ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശ്രീ പരമശിവൻ യമദേവനായ കാലൻ്റെ കഥ കഴിച്ച സ്ഥലമാണിത്. ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാതാപസനായ മൃഗണ്ടു മഹർഷി സന്താനഭാഗ്യത്തിനു വേണ്ടി പരമശിവനെ തപസ് ചെയ്തു. സംപ്രീതനായ ഭഗവാൻ മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അല്പായുസ്സും ബുദ്ധിമാനുമായ മകൻ വേണോ, ദീർഘായുസ്സും അല്പബുദ്ധിയുമായ മകനെ വേണോ എന്ന് ഭഗവാൻ ചോദിച്ചു. മൃഗണ്ടു മഹർഷി അല്പായുസ്സും ബുദ്ധിമാനുമായ പുത്രനെയാണ് ആവശ്യപ്പെട്ടത്. വരം കൊടുത്ത് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ ജനിച്ച ശിവഭക്തനായ പുത്രനാണ് മാർക്കണ്ഡേയൻ. ചെറുപ്പം മുതലേ അതീവ ശിവഭക്തനായ മാർക്കണ്ഡേയൻ തൻ്റെ അല്പായുസിൻ്റെ രഹസ്യം അച്ഛനമ്മമാരിൽ നിന്ന് മനസ്സിലാക്കി ശിവഭജനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആയുസ് തീരാറായി. 16ാമത് വയസ്സിലെ അവസാന ദിവസം കാലിനെ കണ്ട് ഭയന്നോടിയ മാർക്കണ്ഡേയൻ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. തൃപ്പങ്ങോടേക്ക് പോയിക്കോളൂ, മഹാദേവൻ രക്ഷിക്കും എന്നൊരശരീരി ക്ഷേത്രത്തിൽ നിന്നും കേട്ട മാർക്കണ്ഡേയൻ ഉടനടി തൃപ്പങ്ങോട്ടേക്ക് ഓടുവാൻ തുടങ്ങി. കാലപാശവുമായി കാലനും പിന്തുടർന്നു. അത്യന്തം ദയനീയവും അതിലുപരിയായ ഭക്തി പാരവശ്യവും കണ്ട് ക്ഷേത്രവഴിയിലെ കൂറ്റൻ പേരാൽ മരം പോലും പിളർന്ന് വഴിമാറിക്കൊടുത്തു. പേരാലിനെ ചുറ്റിയോടുമ്പോൾ സമയം അതിക്രമിച്ച് കാലപാശത്തിൽ പെടാതിരിക്കാനാണ് തന്നാൽ കഴിയുന്ന ഉപകാരം പേരാൽ ചെയ്തത്. അവിടെ നിന്നും ഓടി തൃപ്പങ്ങോട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഇന്ന് കാണുന്ന വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശിവലിംഗത്തിൽ മരണവെപ്രാളത്തോടെ മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ചു. അതേ നിമിഷത്തിലാണ് കാലൻ തൻ്റെ മരണപാശം മാർക്കണ്ഡേയനെ ലക്ഷ്യമാക്കി ചുഴറ്റിയെറിഞ്ഞത്. എറിഞ്ഞ പാശം മാർക്കണ്ഡേയന് മീതെയും കെട്ടിപ്പിടിച്ച ശിവലിംഗത്തിലുമായി കുരുങ്ങി. ശിവലിംഗത്തിൽ പാശം പെട്ടതറിയാതെ കാലൻ ശക്തിയായി വലിച്ചു. തൻ്റെ മേലെ കാലപാശമെറിഞ്ഞ കാലന് മുന്നിൽ സംഹാരരുദ്രനായ ശ്രീ പരമശിവൻ ഉഗ്രകോപത്തോടെ പ്രത്യക്ഷപ്പെട്ട് തൃശൂലത്താൽ കാലനെ വധിച്ചു. അങ്ങനെ തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയനെ ഭഗവാൻ രക്ഷിച്ചു. അങ്ങനെയാണ് ഭൂമിയിൽ കാലനില്ലാത്ത കാലം സംജാതമായതെന്ന് ഐതിഹ്യം പറയുന്നു. കാലനെ വധിച്ചതിന് ശേഷം 3 ചുവടുകൾ വെച്ച് 4ാമത് സ്ഥലത്ത് കുടികൊള്ളുന്നതിനാൽ തൃപ്പാദങ്ങൾ വെച്ച ഈ 3 സ്ഥലത്തും ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മുനികുമാരൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച സ്ഥലം മൂലസ്ഥാനമായി കാരണത്തിൽ ശിവൻ എന്ന പേരിൽ തുടരുന്നു. മൂർത്തി സങ്കല്പത്തിലുള്ള നന്ദികേശ്വരൻ നമസ്കാര മണ്ഡപത്തിലുണ്ട്. കിഴക്കേ നടയിൽ മുൻപുണ്ടായിരുന്ന നടുപിളർന്ന ആൽമരം ഇപ്പോഴില്ല. കാലസംഹാരത്തിന് ശേഷം സംഹാരരുദ്രൻ ഒരു വൃദ്ധ മാനുഷരൂപം കൊണ്ട് കുളത്തിലിറങ്ങി ജലം കോരി ശിരസിൽ ഒഴിക്കുന്നത് ഒരു വിപ്രബാലൻ കണ്ടു. പ്രായാധിക്യത്താൽ സ്നാനം ചെയ്യാൻ വിഷമിക്കുന്നത് പോലെ തോന്നിയ വൃദ്ധനെ വിപ്രബാലൻ സഹായിക്കാൻ തയ്യാറായി. അദ്ദേഹം അതിന് അവനെ അനുവദിച്ചു. അനന്തരം അവനോട് ഇനി തന്നെ ഇവിടെ കാണാൻ കഴിയാത്ത പക്ഷം ഇവിടെ കാണുന്ന ശിവലിംഗത്തിൽ മുടങ്ങാതെ ശംഖാഭിഷേകം കഴിക്കണമെന്ന് അരുളി ചെയ്തു. ശംഖാഭിഷേകത്തിനുള്ള രഹസ്യ തത്വങ്ങൾ അവനെ ഉപദേശിച്ചു. ഇപ്രകാരം നിയോഗിതനായ വിപ്രബാലൻ്റെ പിന്മുറക്കാരാണത്രേ കൽപ്പുഴ നമ്പൂതിരിമാർ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള ക്ഷേത്രത്തിൽ രാവിലെ 4 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 9 മണി വരെയും നട തുറന്നിരിക്കും. താന്ത്രിക കർമ്മങ്ങൾ വടക്കേടത്ത് തെക്കേടത്ത് എന്നീ കൽപ്പുഴ നമ്പൂതിരിമാരിൽ നിക്ഷിപ്തമാണ്. ശംഖാഭിഷേകമാണ് പ്രധാന വഴിപാട്. ക്ഷേത്രകുളത്തിലെ ജലം വലംപിരി ശംഖിൽ നിറച്ച് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നു. ധാര, മൃത്യുഞ്ജയ ഹോമം, ഉമാമഹേശ്വര പൂജ, സന്താനലബ്ധിക്കായി കുട്ടിയും തൊട്ടിലും സമർപ്പണം, പിൻവിളക്ക്, കതിനവെടി എന്നിവയും വഴിപാടുകളിൽപ്പെടുന്നു. മൃത്യുഞ്ജയ സന്നിധി ആയതുകൊണ്ട് ദീർഘായുസിനു വേണ്ടിയുള്ള വഴിപാടുകളാണ് കൂടുതലും നടക്കുന്നത്. പ്രധാന ആഘോഷം ധനുമാസത്തിലെ കൊടിയേറ്റ് ഉത്സവം, അഷ്ടമിരോഹിണി, പ്രതിഷ്ഠാദിനം, ശിവരാത്രി എന്നിവയാണ്.
ശിവരാത്രിയോടനുബന്ധിച്ചുള്ള 3 ദിവസം ഉത്സവാഘോഷങ്ങൾ നടത്തപ്പെടുന്നു. ഇടവമാസത്തിലെ പുണർദം നാളാണ് പ്രതിഷ്ഠാദിനമായി ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്പങ്ങോട് ശിവക്ഷേത്രം. പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കാലസംഹാര മൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടാതെ വേറെയും 4 ശിവപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉപദേവതകളായി പാർവതീദേവി, ഗണപതി ഭഗവാൻ, ദക്ഷിണാമൂർത്തി സ്വാമി, മഹാവിഷ്ണു, ശ്രീകൃഷ്ണസ്വാമി, അയ്യപ്പസ്വാമി, വേട്ടയ്ക്കൊരു മകൻ, ഭദ്രകാളി ദേവി, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി 8 ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണിത്. 6 ഏക്കറോളം വരുന്ന അതിവിശാലമായ ക്ഷേത്രപ്പറമ്പാണ് തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിനുള്ളത്. പടിഞ്ഞാറു ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനം. പടിഞ്ഞാറും കിഴക്കും 2 ഇരുനില ഗോപുരങ്ങളുമുണ്ട്. പടിഞ്ഞാറു ഭാഗത്ത് വെള്ളോട്ട് പാടശേഖരങ്ങളാണ്. ക്ഷേത്രപ്പറമ്പിനെ ചുറ്റി വലിയ ആനപ്പള്ള മതിൽ പണിതിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നിലയിൽ ആനക്കൊട്ടിൽ പണിതിരിക്കുന്നു. കിഴക്കേ നടയിലെ ഗോപുരത്തിന് നേരെ മുന്നിൽ വലിയ ഒരു ആൽമരമുണ്ട്. ഇതിൻ്റെ സ്ഥാനത്ത് മുമ്പ് ഒരു ആൽമരമുണ്ടായിരുന്നു. അത് മാർക്കണ്ഡേയൻ്റെ ഐതിഹ്യ മാഹാത്മ്യത്തെ അനുസ്മരിക്കും വിധത്തിൽ ഒരു വശം പിളർന്ന നിലയിലായിരുന്നു. 1970കളിൽ ഒരിക്കൽ അത് വെട്ടിമാറ്റി. ക്ഷേത്ര മതിലകത്തും ധാരാളം ആൽമരങ്ങളുണ്ട്. ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായി അരയാലിനെ കണ്ടുവരുന്നു. അതിൻ പ്രകാരം അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് മഹാവിഷ്ണുവും താഴെ പരമശിവനും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ശൈവ സാന്നിധ്യമായി ഇലഞ്ഞിയും ക്ഷേത്രത്തിൽ വളരുന്നു. ക്ഷേത്ര മതിലകത്ത് പടിഞ്ഞാറേ നടയിൽ ഒരു പഞ്ചലോഹ കൊടിമരമുണ്ട്. സാമാന്യം ഉയരമുള്ള കൊടിമരമാണിത്. ഭഗവദ്വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് അത് ഉയർന്നു നിൽക്കുന്നു. കൊടിമരത്തിനപ്പുറത്ത് ബലിക്കൽ പുരയാണ്. വലിയ ബലിക്കലിനും സാമാന്യം വലിപ്പമുണ്ട്. ഏകദേശം ഒരാൾ പൊക്കം വരും. അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ ശിവലിംഗം കാണാൻ കഴിയില്ല. ബലിക്കൽ പുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആൽമര ചുവട്ടിൽ ഏതാനും സ്വയംഭൂ ശിലകളുണ്ട്. ഇവയുടെ നേരെ മുന്നിൽ ഒരു ചെറിയ തീർത്ഥക്കുളം കാണാം. അഭിഷേകത്തിനും നിവേദ്യത്തിനും ഇതിലെ വെള്ളമാണ് എടുക്കുന്നത്. അതിനാൽ ക്ഷേത്രത്തിൽ കിണർ കുഴിച്ചിട്ടില്ല. ഇതിനപ്പുറത്ത് താരതമ്യേന വലിയ കുളങ്ങളുണ്ട്. അവ ശാന്തിക്കുളം എന്നും വെള്ളോട്ടുകുളം എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാരണത്തിൽ ശിവക്ഷേത്രം ഈ കുളങ്ങളിലേക്ക് ദർശനമായാണ് ഇരിക്കുന്നത്. ചതുരാകൃതിയിൽ 2 നിലകളോടുകൂടിയ ഒരു ചെറിയ ശ്രീകോവിലാണ് കാരണത്തിൽ ക്ഷേത്രത്തിനുള്ളത്. ഇവിടെയാകണം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവുക. അത്യുഗ്രമൂർത്തിയാണ് കാരണത്തിലപ്പൻ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതിനാൽ ഉഗ്രത കുറയ്ക്കുക എന്ന സങ്കല്പത്തിലാകണം കുളം കുഴിച്ചിട്ടുണ്ടാവുക. ക്ഷേത്ര മതിലിന് പുറത്ത് വടക്കുഭാഗത്ത് ഒരു ഭീമൻ കുളവുമുണ്ട്. ഇത് പിൽക്കാലത്ത് കുഴിച്ചതാണ്. അസാമാന്യ വലുപ്പമുള്ള ഈ കുളം പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി മുഴുവൻ കരിങ്കല് പാകിയതാണ്. ഇതിനകത്ത് നാലമ്പലത്തിൻ്റെ വടക്കുഭാഗത്ത് ഒരു ചെറിയ ചതുര ശ്രീകോവിലുണ്ട്. മഹാവിഷ്ണുവാണ് ഇവിടത്തെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന അപൂർവ മഹാവിഷ്ണു ക്ഷേത്രമാണിത്. നാവാമുകുന്ദനായാണ് സങ്കല്പം. ഇതിനെ വടക്ക് കിഴക്കും കാരണത്തമ്പലത്തിൻ്റെ തെക്കു പടിഞ്ഞാറുമായി അതാത് ക്രമത്തിൽ 3 ശ്രീകോവിലുകൾ കാണാം. 2 ചതുര ശ്രീകോവിലുകളും ഒരു വട്ട ശ്രീകോവിലുമാണ് ഇവിടെ ഉള്ളത്. 3ലും പരമശിവൻ തന്നെയാണ് പ്രതിഷ്ഠ. ഇവ മാർക്കണ്ഡേയനെ രക്ഷിച്ച ശേഷം ഭഗവാൻ വെച്ച ഓരോ ചുവടുകളായി കണക്കാക്കി വരുന്നു. ഇവയ്ക്ക് നേരെ പുറകിൽ 2 ചെറിയ ശ്രീകോവിലുകളിൽ വേട്ടയ്ക്കൊരു മകനും ഭദ്രകാളിയും സാന്നിധ്യമരുളുന്നു. ഇവർക്ക് ആൾരൂപത്തിൽ വിഗ്രഹങ്ങളില്ല. തെക്ക് കിഴക്കു ഭാഗത്ത് ഒരു ആൽത്തറയിൽ മാർക്കണ്ഡേയ സ്മരണയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ദേവസ്വം ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളാണ്. തെക്കുഭാഗത്തെ പ്രദക്ഷിണ വഴിക്കകത്ത് അയ്യപ്പസ്വാമി കുടികൊള്ളുന്നു. മഹാവിഷ്ണു പ്രതിഷ്ഠയുടെ നേരെ എതിർഭാഗത്താണ് അയ്യപ്പ പ്രതിഷ്ഠ. ചെറിയൊരു ചതുര ശ്രീകോവിൽ തന്നെയാണ് ഇവിടെയുമുള്ളത്.
പടിഞ്ഞാറോട്ടാണ് അയ്യപ്പസ്വാമിയുടെയും ദർശനം. ഇതിനടുത്ത് ഒരു കരിങ്കൽ രൂപമുണ്ട്. പ്രധാന മൂർത്തിയായ മൃത്യുഞ്ജയൻ്റെ മനുഷ്യരൂപത്തിലുള്ള ആവിഷ്കാരമാണിത്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനിടയിൽ ഇതിന് ചില കേടുപാടുകൾ പറ്റി. അതേ രൂപത്തിലാണ് ഇന്നും ഇത് നിലനിൽക്കുന്നത്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നു. ഗോശാല കൃഷ്ണനാണ് ഇവിടെ ഭഗവാൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗോശാലയുടെ ആകൃതിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് ദർശനം. ഇതിന് തൊട്ടു വടക്കു ഭാഗത്ത് രക്ഷസുകളുടെ പ്രതിഷ്ഠയുണ്ട്. പണ്ടെന്നോ കൊല്ലപ്പെട്ട ചില ഭക്തരുടെ ആത്മാക്കളാണ് രക്ഷസുകൾ. ഇവയ്ക്കപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. കാലവധത്തിനു ശേഷം ഭഗവാൻ ശൂലം കഴുകിയത് ആ കുളത്തിലാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഇതിൻ്റെ തെളിവായി ഏറെക്കാലം രക്തവർണ്ണാങ്കിതമായി കിടന്ന ഈ കുളം 2007 വൃത്തിയാക്കിയത്. ആരും ഈ കുളത്തിൽ കുളിക്കാറില്ല. കേരളത്തിൽ അത്യപൂർവമായ ഗജപൃഷ്ഠാകൃതിയിൽ 2 നിലകളോടെ പണിതീർത്തതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. സാമാന്യം വലിപ്പമുള്ള ശ്രീകോവിലാണിത്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൻ്റെ 2 നിലകളിലും ചെമ്പു മേഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിൽ 3 സ്വർണ്ണ താഴികക്കുടങ്ങൾ ശോഭയോടെ നിലനിൽക്കുന്നു. ശ്രീകോവിലിനകത്തേക്ക് കടക്കാൻ 3 കരിങ്കൽപ്പടികളും കാണാം. ഇവ ഇന്ന് പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി വെച്ചിരിക്കുന്നു. ശ്രീകോവിലിലെ വാതിലും ഇതുപോലെ സ്വർണം പൂശിയിരിക്കുകയാണ്. ഇതിന് ഇരുവശത്തും ദ്വാരപാലകരുണ്ട്. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. കിഴക്കേ അറ്റത്താണ് ശിവലിംഗം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 3 അടിയോളം പൊക്കം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം പടിഞ്ഞാറോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സ്വയംഭൂലിംഗമായതിനാൽ യാതൊരുവിധ മിനുക്കുപണികളും നടത്തിയിട്ടില്ല. ഒപ്പം വിഗ്രഹപീഠം മുകളിലൂടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരമശിവന് പ്രിയപ്പെട്ടതായി പറയപ്പെടുന്ന കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിൻ്റെ 3/4 ഭാഗവും മറഞ്ഞിട്ടുണ്ടാകും. വിശ്വപ്രകൃതിയുടെ തേജസ്സിനെ പൂർണ്ണമായി ആവാഹിച്ചുകൊണ്ട് കാലാന്തകനായ ഭഗവാൻ മഹാശിവലിംഗമായി തൃപ്പങ്ങോട്ട് വാഴുന്നു. ശ്രീകോവിലിന് ചുറ്റും നിരവധി ദാരുശില്പങ്ങളുണ്ട്. മിക്ക പുരാണകഥകളും ദേവതാരൂപങ്ങളും അവയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. തെക്കുഭാഗത്തേക്ക് ചെറിയൊരെടുപ്പും അതിനകത്ത് ചെറിയൊരു മുറിയും ഈ ശ്രീകോവിലുണ്ട്. പാർവതീദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഭഗവാന്റെ വാമഭാഗത്തിലിരിക്കുന്ന ഭഗവതിയായാണ് ഇവിടെ സങ്കല്പം. ഇത് പിൽക്കാലത്ത് വന്ന പ്രതിഷ്ഠയാകാനാണ് കൂടുതൽ സാധ്യത. എങ്കിലും മംഗല്യ സൗഭാഗ്യത്തിന് പാർവതീദേവിയെ ഇവിടെ വന്ന് തൊടുന്നത് പരമപവിത്രമായി കണ്ടുവരുന്നു. വടക്കുവശത്ത് ഗംഗാസങ്കല്പത്തിൽ ഓവ് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം പാടില്ല.